ഹായ് ഓൾ, എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ കണ്ടാലോ? ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് 4 മണിക്കാണ്. ബ്രഹ്മമുഹൂർത്ത സമയം. ഈ സമയത്ത് നമുക്ക് കിളികളുടെ ശബ്ദങ്ങളും പ്രകൃതിയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പ്രഭാത കൃത്യങ്ങൾ ചെയ്യുക, പിന്നെ ബോഡിക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് പ്ലാൻ ദ ഡേ, അതായത് ആ ദിവസങ്ങളിൽ ചെയ്യേണ്ട മുഖ്യമുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക, അത് നോട്ട് ചെയ്യുക. അതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റീഡിംഗ് ആണ്. എന്തെങ്കിലും മോട്ടിവേഷണൽ ആയിട്ടുള്ള ബുക്സ് 2 പേജസ് റീഡ് ചെയ്യാറുള്ളൂ. പക്ഷേ രാവിലെ ആ ഒരു കാംനെസ് കിട്ടുന്നതുകൊണ്ട് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഗ്രഹിക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗായത്രി മന്ത്രങ്ങൾ ജപിക്കുക, സഹസ്രനാമങ്ങൾ ഉരുവിടുക. അത് നമുക്ക് ആ ഒരു ഡേയിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ നമ്മൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അപ്സ്കിൽ ചെയ്യുക, എന്തെങ്കിലും പുതുതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനൊരു ഹാഫ് അവർ ലീഡ് കോഡ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഒരു കോഡിങ് ചാലഞ്ചാണ്. അത് കഴിഞ്ഞിട്ട് കപ്പ് ഓഫ് ടീ അല്ലെങ്കിൽ കപ്പ് ഓഫ് കോഫി വിത്തൗട്ട് ഷുഗർ ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് തോന്നാറുണ്ട്. സോ ഞാൻ മിക്കപ്പോഴും ഷുഗർ ഇല്ലാതെയാണ് കുടിക്കുന്നത്. അതും ഇങ്ങനെ എൻജോയ് ചെയ്ത് കുടിക്കുന്നതും ഒരു ഡേ ഭയങ്കര സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ റീഡിങ് ചെയ്യുക, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുക, ന്യൂസ് കാണുക, അങ്ങനെ എന്തെങ്കിലും. പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങാണ്. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ആലു പറാത്തയാണ് ഉണ്ടാക്കിയത്. കമ്പയർ ടു അതർ ഡിഷസ് എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നാറുണ്ട്, കാരണം കറി സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണ്ടല്ലോ. അങ്ങനെ പിന്നെ മാധുക്കുട്ടനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. സോ ബൈ.